ബാബുസ്വാമി ഇപ്പം സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ, അങ്ങ് വൈറലാണ്. എന്തുവാണ് ഈ അത്ഭുതം? നമുക്കൂടെ ഒന്ന് പറഞ്ഞു തന്നെ നമ്മളും 10 കാശുണ്ടാക്കി. അങ്ങോടും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആത്മബന്ധുക്കളോടും നമുക്ക് പറയാനുള്ളത് ഇതെല്ലാം പ്രകൃതി ശക്തിയുടെ ഒരു കളിയാണ്. ഓ, അവിടം വരെയൊക്കെ ആയോ? ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ ബാബുസ്വാമി അറിയായി. ചണ്ടാള ജയന്തി എന്നുള്ള ആ ഒരു പ്രോഗ്രാമിൽ ചണ്ടാള ബാബ നമ്മളെ അതിഥിയായി ക്ഷണിച്ചിരുന്നു. ഭയങ്കരം തന്നെ. നാഗസൈരന്ദ്രിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഒന്നിച്ചല്ലേ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നത്? നിങ്ങൾ നാഗസൈരന്ദ്രിയായിട്ട് ഒന്നിച്ച് ഡാൻസ് ഒക്കെ ചെയ്തു. അല്ല, നൃത്തം ഇതിനൊരു നല്ല മാർഗമാണോ എന്ന് ചോദിക്കുക ആൾക്കാരെ പിടിക്കാൻ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമ്മളെ സ്വദേശം ഏലംകുളാണെങ്കിലും ഇപ്പൊ നമ്മള് ഈ തൃശ്ശൂരായിട്ടാണ്. എവിടെയായിട്ട് വരും അത്? ശരിക്കും എന്റെ ആശ്രമം അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടിയിലാണോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഇത് നമുക്ക് ഈ സ്വാമി വേഷമൊക്കെ ഒരു വേഷം കെട്ടലായിട്ട് എപ്പോഴും തോന്നുന്നത്. കള്ളപ്പന്നി എപ്പോഴും തോന്നുന്നത് ആസാമിമാരാണ്. എന്നാലും രസമുള്ളൂ. ആത്മീയതയും നിങ്ങളുടെ മന്ത്രവും തന്ത്രവും കൊണ്ട് നിങ്ങൾക്കൊരു എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് കാണിക്കണം. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. ചണ്ടാളബാബ ഇപ്പൊ ഏകദേശം 10-41 കൊല്ലമായി ഭൂമിയിൽ വന്നിട്ട് ഞാൻ ഇതുവരെ അങ്ങനത്തെ അവകാശവാദം പറഞ്ഞു എങ്കിൽ അങ്ങ് വേണം അംഗീകരിക്കാം. അല്ല, നിങ്ങൾക്ക് നാണമില്ല ഈ ചണ്ടാള ബാബ എന്നൊക്കെ പറയാൻ? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. അങ്ങയുടെ പേരെന്താ? ചണ്ടാളനാണ് സ്വയം പ്രഖ്യാപിക്കുന്ന ചണ്ടാളൻ. നാണമില്ലാതെ നിങ്ങൾക്ക് പറയരുത്. കുഞ്ഞമ്മയുടെ 5 തലമുറ രാജ്യത്തിലെ എല്ലാം ബ്രാഹ്മണന് വേണ്ടി കൊടുക്കാനാണ് സകല ദൈവങ്ങളും വന്നത്. കൊന്നത് മുഴുവൻ അസുരന്മാരെയാ. ആ അസുരന്റെ കൂട്ടത്തിൽ പെട്ടാ നിൽക്കുന്ന അടിച്ച് നിന്റെ മൂന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. മറ്റേത് വേറെ. രണ്ടുപേരുടെ സംസാരത്തിന്റെ പ്രത്യേകത കണ്ടില്ലേ? എന്താ വാചാരിയോ? അതെ അതെ. അവർ സത്യത്തില് ഇവരൊക്കെ എവിടായിരുന്നു ഈ കോവിഡ് സമയത്ത്? എവിടായിരുന്നു ചിന്തിച്ച് ഈ പറയുന്ന ഇവിടെ മഴുവെടുത്ത് എറിഞ്ഞ് ഉണ്ടാക്കിയ കേരളം ആരുണ്ടാക്കിയെന്നാ നിങ്ങൾ കരുതുന്നത്? എന്നിട്ട് ഏത് കേരളം? ഏത് മഴു? വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. മല ഒലിച്ചു പോയപ്പോ എന്തുകൊണ്ട് മഴ ഒന്നും വന്നില്ല? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ പോകുന്നു. ബൈ ബൈ.